ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സ്ക്രിപ്റ്റ് റൈറ്ററായ മധു കെ പണിക്കർ 1951 ഓഗസ്റ്റ് 1 ആലപ്പുഴ ജില്ലയിലെ മുട്ടം എന്ന സ്ഥലത്താണ് ജനിച്ചത്. വളരെ ചുരുങ്ങിയ ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മലയാള സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുള്ളൂവെങ്കിലും അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പിറന്ന ചിത്രങ്ങൾ പലതും ഓഡിയൻസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മധു മുട്ടം എന്നറിയപ്പെടുന്ന മധു കെ പണിക്കർ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് റൈറ്റിംഗ് ചെയ്ത സിനിമകൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും ഒന്ന് എനേബിൾ ചെയ്യുക. 1986 ഫാസിലിന്റെ സംവിധാനത്തിൽ സംഗീത് പിള്ളൈ, സോണാജി നായർ, തിലകൻ, ശ്രീവിദ്യ, നെടുമുടി വേണു എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു എന്നെന്നും കണ്ണേട്ടന്റെ. ഈ ചിത്രത്തിന്റെ കഥ മധു മുട്ടത്തിന്റേതായിരുന്നു. ഫാസിൽ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്ത ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ വിപിൻ ദാസും മ്യൂസിക് ജെറി അമൽദേവുമായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓഡിയൻസിൽ നിന്നും മികച്ച അഭിപ്രായം തുടക്കത്തിൽ നേടിയ ഈ ചിത്രത്തിന് സാമ്പത്തികമായി ഒരു വിജയ ചിത്രമായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മധു മുട്ടത്തിന്റെ കഥയെ ബേസ് ചെയ്ത് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് ഫാസിലായിരുന്നു. 1988 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ രേവതി, അംബിക എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വിപിൻ മോഹൻ ക്യാമറ ചെയ്ത ഈ ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരുന്നത് ഔസി അപ്പച്ചനായിരുന്നു. ചിത്രത്തിലെ സോങ്സ് ഒക്കെ വൻ ഹിറ്റ് ആയെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ എക്സ്പെക്ട് ചെയ്തത്ര വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. 1993 ഫാസിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. മധുമുട്ടം കഥ, സ്ക്രീൻ പ്ലേ, ഡയലോഗ് എന്നിവ നിർവഹിച്ച ഈ ചിത്രത്തിന്റെ സോങ്സ് ചെയ്തത് MG രാധാകൃഷ്ണനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ജോൺസണുമായിരുന്നു. വേണു, ആനന്ദക്കുട്ടൻ, സോണി ജോസഫ് എന്നിവർ ചേർന്ന് ക്യാമറ ചെയ്ത ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ സ്വർഗചിത്ര അപ്പച്ചനായിരുന്നു. ബോക്സ് ഓഫീസിൽ മലയാള സിനിമ അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിജയമായിരുന്നു ഈ ഒരു ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. മധു മുട്ടം എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിനെ അന്നും ഇന്നും ഓഡിയൻസ് ഓർത്തിരിക്കാനുള്ള പ്രധാന കാരണം മണിച്ചിത്രത്താഴ് എന്ന ചിത്രമാണ് എന്നതാണ് വാസ്തവം. 1998 ഫാസിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ജൂഹി ചാവ്ല എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ചിത്രമായിരുന്നു ഹരികൃഷ്ണൻസ്. മധു മുട്ടം ഡയലോഗ് എഴുതിയ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ പ്രണവം ആർട്സ് ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ആനന്ദക്കുട്ടൻ ക്യാമറ ചെയ്ത ഈ ചിത്രത്തിന്റെ മ്യൂസിക് ഔസി അപ്പച്ചനായിരുന്നു നിർവഹിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ സാമ്പത്തികമായി നല്ലൊരു വിജയം നേടിയെടുത്ത ചിത്രമായിരുന്നു ഇത്. 2007 അനിൽദാസിന്റെ സംവിധാനത്തിൽ ബിജു മേനോൻ, ഗീതു മോഹൻദാസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഭരതൻ എഫക്ട്സ്. മധു മുട്ടം കഥ, തിരക്കഥ, ഡയലോഗ്സ് എഴുതിയ ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരുന്നത് രാമചന്ദ്ര ബാബു ആയിരുന്നു. ഔസി അപ്പച്ചനും M ജയചന്ദ്രനും ചേർന്ന് മ്യൂസിക് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ സാമ്പത്തികമായി വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. 2011 മധുമുട്ടം കഥ, തിരക്കഥ, ഡയലോഗ് എന്നിവ നിർവഹിച്ച് മഹാദേവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാണാക്കൊമ്പത്ത്. ദീപു ശാന്തു, ശങ്കർ നാരായണൻ, മനോജ് കെ ജയൻ, മൈഥിലി എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ഈ ചിത്രത്തിന്റെ ക്യാമറ ആനന്ദക്കുട്ടനും മ്യൂസിക് മോഹൻ സിതാരയുമായിരുന്നു ചെയ്തിരുന്നത്. ഡോക്ടർ ലീല പ്രസന്നൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ആയിരുന്നു. ഇത്രയും ചിത്രങ്ങളാണ് മധു മുട്ടത്തിന്റെ തൂലികയിലൂടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഇദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പിറന്ന ഏതെല്ലാം ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്